ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച സ്കൂളിൻ്റെ വാർഷികമാണ് കേട്ടോ. അവിടെ 1 മുതൽ 4 വരെയാണ് ഉള്ളത്. LP സ്കൂളാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഉമ്മാൻ്റെ വീട്ടിൽ നിന്നിട്ടായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്കൂളിൻ്റെ വാർഷികത്തിനായിട്ട് നമ്മൾ ഇങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ. പിന്നെ ഈ സ്കൂളിനൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ഇവിടെ എൻ്റെ ഉമ്മമ്മൊക്കെ ചെറുപ്പത്തിൽ അങ്ങോട്ട് വന്നപ്പോൾ ഈ സ്കൂള് തുടങ്ങുന്ന ആ ടൈമിലൊക്കെ അവരിവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ സ്കൂളിൽ കഞ്ഞി വെക്കാനായിട്ട് പാചക തൊഴിലാളിയായിട്ട് മമ്മാനെ നിയമിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ എല്ലാ ആളുകളൊക്കെ ഇപ്പോൾ അവിടെ കൂടിയിട്ട് അങ്ങനെ ഒരു തൊഴിൽ മമ്മാക്ക് ആക്കി കൊടുത്തതായിരുന്നു. ഇന്നും മമ്മ അത് കൊണ്ട് നടക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ സഹായത്തിനായിട്ട് ഉമ്മാൻ്റെ അനിയത്തിയും പിന്നെ അമ്മോൻ്റെ വൈഫും കൂടെ ചേർന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവർ 3 പേരും കൂടാണ് ഇപ്പോൾ സ്കൂളിലെ പാചകം നോക്കി നടത്തുന്നത്. പിന്നെ അതേപോലെ ഈ സ്കൂളിൽ 1 മുതൽ 4 വരെയാണ് ഉള്ളത്. ഞാനും എൻ്റെ ജ്യേഷ്ഠനും ഇവിടെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ പ്രോഗ്രാമിനെ കുറിച്ച് പറയാതെ വയ്യ. നല്ല അടിപൊളി പ്രോഗ്രാമായിരുന്നു. എല്ലാം അടിപൊളി സെറ്റായിട്ടുള്ള പ്രോഗ്രാമായിരുന്നു. ഈ ഒരു പ്രോഗ്രാം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ആദ്യമേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഗോസ്റ്റ് മൂവീസൊക്കെ കേട്ടോ. അപ്പോൾ ഇത് അതേപോലെ ഏകദേശം നമുക്കൊരു പേടി തോന്നുന്ന ഒരു രീതിയിലുള്ളൊരു പ്രോഗ്രാം തന്നെയായിരുന്നു. ഗോസ്റ്റും പിന്നെ ഒരു കുട്ടീനെ അങ്ങനെ കൊണ്ടുപോയിട്ട് ഇതാക്കുന്നതും അങ്ങനെ ഭയങ്കര ഒരു ത്രില്ലിംഗ് ആയിട്ട് ഇരുന്ന് കാണാൻ പറ്റിയൊരു പ്രോഗ്രാം തന്നെയായിരുന്നു കേട്ടോ. പിന്നെ അതല്ലാതെ പിന്നെ നല്ല നല്ല പ്രോഗ്രാം വേറെയും കുറേ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കുട്ടികളുടെ പ്രോഗ്രാമും പറയാതെ വയ്യ. നല്ല കോസ്റ്റ്യൂമും നല്ല രസമുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാം ഒന്നിനൊന്ന് മെച്ചം എന്ന് തന്നെ പറയാം. ഇത് എനിക്ക് തോന്നുന്നു നിലമ്പൂരിലെ ഡാൻസ് ടീമാണ്. അപ്പോൾ അവരാണത് ചെയ്തു കൊടുത്തതെന്നാണ് തോന്നുന്നത് കേട്ടോ. നിലമ്പൂരാണ് തോന്നുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അനൗൺസ്മെൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ഗസ്റ്റ് എന്ന് പറയുന്നത് സജിത ബെട്ടി മോളായിരുന്നു. മോളെ നിങ്ങൾക്കറിയായിരിക്കും. സാന്ത്വനം സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേപോലെ അൻവറാക്ക അതേപോലെ നമ്മളെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെറിയ ചെറിയ മൂവിയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിലാണ് കേട്ടോ നമ്മൾ ഇവരെ ഗസ്റ്റായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പാട്ടൊക്കെ പാടി 2 സ്റ്റെപ്പൊക്കെ ഇട്ട് അവരെ ഇത് കഴിഞ്ഞതോടുകൂടെ നമുക്ക് അതിലേറെ നല്ലൊരു പ്രോഗ്രാം എന്ന് പറയാൻ നേരത്തെ നടന്ന ഗോസ്റ്റിനെക്കാട്ടിലും നല്ല അടിപൊളി ഒരു പ്രോഗ്രാമും കൂടെ നമുക്ക് തന്നു കേട്ടോ. അപ്പോൾ അതും നല്ല അടിപൊളി പ്രോഗ്രാം തന്നെയായിരുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഒന്നിനൊന്ന് മെച്ചമുള്ള എല്ലാ പ്രോഗ്രാമും ഇവർ ഇവിടെ ഈ സ്കൂളിൻ്റെ പ്രോഗ്രാമിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ സ്കൂളിനോട് അത്രയും നമുക്ക് ഇഷ്ടമാണ് ഈ സ്കൂളിനെ. കാരണം ഞങ്ങൾ ചെറുപ്പം എന്ന് പറയുന്നത് ഈ സ്കൂൾ മുറ്റത്താണ് കേട്ടോ. ഈ സ്കൂളിൻ്റെ അടുത്ത് തന്നെയാണ് ഞങ്ങൾ തറവാട് വീട്. ഇപ്പോഴും ഞങ്ങൾ സ്കൂളിലേക്ക് തറവാട്ടിൽ വന്നു കഴിഞ്ഞാൽ വരാറുണ്ട്. പിന്നെ നമ്മുടെ ടീച്ചേഴ്സിൻ്റെ ഒരു ഒപ്പന ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തു നിന്നു. അപ്പോൾ എല്ലാ പരിപാടികളും സൂപ്പറായിരുന്നു. എല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് ലൈക്ക് തരണേ.